നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അതായത് ഇലക്ട്രിസിറ്റി ബിൽ ഓൺലൈനായിട്ട് എങ്ങനെ അടയ്ക്കാമെന്നാണ്. ഇത് അറിയാവുന്നവർ ധാരാളം പേരുണ്ടാവും. എന്നാൽ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര തിരക്കിലിരിക്കുന്ന സമയത്തായിരിക്കും വീട്ടിൽ അമ്മ വിളിച്ചിട്ട് പറയാം, എടാ മോനെ ആ ഇലക്ട്രിസിറ്റി ബില്ലൊന്ന് അടച്ചിട്ട് വേടാ എന്ന് പറയുന്നത്. ഓഫീസിൽ പോയി ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വെറുതെ സമയം വേസ്റ്റാണ്. അങ്ങനെ സമയം വേസ്റ്റ് ആണെന്ന് തോന്നുന്ന തിരക്കുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ കാര്യമാണിത്. അപ്പോൾ എങ്ങനെ നമുക്ക് ബില്ല് അടയ്ക്കാമെന്ന് നോക്കാം. നമുക്ക് ബില്ല് തരുമ്പോൾ അത് വീട്ടിൽ എല്ലാ മാസം 2 മാസം കൂടുമ്പോൾ നമുക്ക് ബില്ല് വരും. ബില്ലിൽ തുടക്കത്തിൽ തന്നെ കൺസ്യൂമർ നമ്പറും സെക്ഷൻ എന്നും പറഞ്ഞ് ഒരു കോഡും ഉണ്ടാവും. ഉദാഹരണത്തിന് എൻ്റെ സെക്ഷൻ മന്നമാണ്. മന്നത്തിൻ്റെ കോഡ് 5736 എന്നാണ്. അതുപോലെ എനിക്ക് കൺസ്യൂമർ നമ്പർ ഉണ്ട്. കൺസ്യൂമർ നമ്പർ 13759 എന്നാണ്. ഇത് നിങ്ങളുടെ ബില്ലിൽ ഉണ്ടാവും. നമുക്ക് ആദ്യമായിട്ട് എടുക്കേണ്ട സൈറ്റ് KSEB.in എന്ന സൈറ്റാണ് എടുക്കേണ്ടത്. ബില്ല് പേ ചെയ്യാനായിട്ട് KSEB.in എന്ന സൈറ്റ് എടുക്കണം. www.kseb.in. ഇല്ലെങ്കിൽ പല സെക്ഷനുകൾ കാണാം. നിങ്ങളുടെ ബില്ല് കാണുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ട്. ആ സെക്ഷനിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങളുടെ സെലക്ട് സെക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്നം എന്ന ഏരിയയും അതിൻ്റെ കോഡും ഉണ്ടാവും. അത് നിങ്ങളുടെ ബില്ലിലുണ്ട് കറക്റ്റായിട്ട്. ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺസ്യൂമർ നമ്പറാണ് അടിക്കേണ്ടത്. ഇത് നമുക്ക് ബില്ല് കാണാൻ മാത്രമാണ് കേട്ടോ ഈ സെക്ഷൻ. കഴിഞ്ഞിട്ട് നമ്മൾ വ്യൂ ബിൽ എന്ന ഈ ബട്ടണിൽ അമർത്തുക. നമുക്ക് PDF ഫോർമാറ്റിൽ ഒരു ബില്ല് ഡൗൺലോഡ് ആവും. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ബില്ല്, അതായത് ഏറ്റവും അവസാനത്തെ ബില്ല് നമുക്ക് കാണാനാവും. ഇതുപോലെ ആയിരിക്കും ബില്ലിൻ്റെ ഫോർമാറ്റ്. ഈ പറഞ്ഞ പോലെ നോക്കുക, സെക്ഷൻ ഇതാണ് നമ്മുടെ കോഡ്, ഏരിയ കോഡ്, കൺസ്യൂമർ നമ്പർ. ഇത്രയും കാര്യം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് നോക്കാനും ബില്ല് പേ ചെയ്യാനും എല്ലാം പറ്റുള്ളൂ. ഇനി അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഫോമിലേക്ക് പോവുക. ക്വിക്ക് പേ എന്ന ഈ സെക്ഷൻ എടുക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏരിയ കോഡ് സെലക്ട് ചെയ്യുക. കോഡ് ടൈപ്പ് ചെയ്തെടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ ഒരു ന്യൂനതയാണ്. സാധാരണ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത്രയും ലിസ്റ്റ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു സാധാരണ ഒരു വെബിലെ ഏതൊരു സൈറ്റിലും. പക്ഷേ നമ്മുടെ കേരള ഗവൺമെൻറ് ആയതുകൊണ്ടാവാം ഇങ്ങനെയൊക്കെ തൽക്കാലം കാണിച്ചു വെച്ചിട്ടുള്ളൂ. നമ്മളതിൽ നിന്നും നമ്മുടെ ഏരിയ സെലക്ട് ചെയ്തു നോക്കുക. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ കൺസ്യൂമർ നമ്പർ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഏത് ബില്ലാണ് പേ ചെയ്യേണ്ടതെന്നുള്ളതിന് ബിൽ നമ്പർ. ബില്ല് നമ്പർ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് നോക്കാം. കണ്ടതാണ് ബിൽ നമ്പർ, ബിൽ തീയതി, ബിൽ ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. തുടർന്ന് നമ്മുടെ ഒരു ഫോൺ നമ്പറും കൊടുക്കുക. ഇതിനുശേഷം പ്രൊസീഡ് ടു പേ ബിൽ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക.
നമ്മുടെ ഡീറ്റെയിൽസ് കാണിച്ചു തരും, എത്ര രൂപ അടയ്ക്കാനുള്ളതെന്ന് കാണിക്കും. അതിനുശേഷം ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. നെറ്റ് ബാങ്കിങ് ആണോ, ക്രെഡിറ്റ് കാർഡാണോ, ഡെബിറ്റ് കാർഡാണോ? നമുക്ക് ഡെബിറ്റ് കാർഡ്, അതായത് ATM വെച്ചിട്ട് പേ ചെയ്ത് നോക്കാം. ഓരോ ബാങ്കിൻ്റെയും ATMൻ്റെ പാസ്വേഡും ഇതൊക്കെ വേറെ ആയിരിക്കും, അതിൻ്റെ കാണിക്കുന്ന രീതി, ഡിസൈൻ. ഞാനിപ്പോൾ HDFC വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കാണിക്കും ഏതെല്ലാം ഡെബിറ്റ് കാർഡുകൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കാണിക്കും. ഇവിടെ സെലക്ട് ചെയ്യുക, ദി ടെക് പ്രോസസ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക, ഷോ പേയബിൾ എമൗണ്ട്. ഇവിടെ നമുക്ക് അടുത്തായിട്ട് പ്രസ് ചെയ്യേണ്ടത് എമൗണ്ട് എല്ലാം കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കൺഫേം പേയ്മെൻറ്റ് എന്ന ബട്ടൺ അമർത്തുക. ഒരിക്കൽ കൂടി മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്യുക. ഇനി നമ്മൾ പേയ്മെൻറ്റ് സെക്ഷൻ്റെ മെയിൻ ഭാഗത്തേക്ക് പോവുകയാണ്. പേയ്മെൻറ്റ് നമ്മൾ പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ ഒന്നും ക്ലോസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം എന്നാൽ പേയ്മെൻറ്റ് എററാവും. നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക, കാരണം ഒട്ടുമിക്കവരും വിസ, മാസ്റ്റർ കാർഡ്, മാസ്റ്റർ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ആയിരിക്കുള്ളൂ ഡെബിറ്റ് കാർഡ്. സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്നുള്ളതിലേക്ക് പോവുക. ഒരിക്കൽ കൂടി നമുക്ക് കൺഫേം കൊടുക്കുക. ഇനി ഈ സെക്ഷനിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ATM കാർഡിൻ്റെ വിവരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. നോക്കാം, നമ്പർ തെറ്റാണെങ്കിൽ ഇൻവാലിഡ് കാർഡ് ലെങ്ത് എന്ന് കാണിക്കും. അടുത്തായിട്ട് കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതൊക്കെ നമ്മുടെ ആ ATM കാർഡിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. CVV എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ കണ്ടോ, ATM കാർഡിൻ്റെ സൈഡിൽ ഒരു 3 അക്ക കോഡ് കാണിച്ചിട്ടുണ്ടാവും, അതാണ് എൻ്റർ ചെയ്യേണ്ടത്. തുടർന്ന് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സെക്യൂരിറ്റി കോഡ് വീണ്ടും എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ പേ നൗ എന്ന ബട്ടണിൽ അമർത്താം. നമ്മളിവിടെ പേ നൗ എന്ന ബട്ടണിൽ അമർത്തുകയാണ്. ശ്രദ്ധിക്കുക, ഈ വിൻഡോ ഈ സമയത്ത് പേ ചെയ്യുന്ന സമയത്ത് ക്ലോസ് ആവാതിരിക്കാൻ നല്ലോണം കെയർ ചെയ്യുക. ഇപ്പം ഞാൻ HDFCയുടെ മാസ്റ്റർ കാർഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ HDFCയുടെ ബാങ്കിലേക്ക് റീഡയറക്റ്റ് ആവും. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പാസ്വേഡ് ആണോ, വൺ ടൈം പാസ്വേഡ്, മൊബൈലിലേക്ക് വരുന്ന പാസ്വേഡ് ഉപയോഗിച്ചാണോ ചെയ്യേണ്ടത് എന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ആ വൺ ടൈം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഉള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. വിൻഡോ ക്ലോസ് ആവാതിരിക്കാൻ നല്ലോണം കെയർ ചെയ്യുക. നോക്കാം, ബില്ല് പേ ചെയ്തു. യുവർ
ഓൺലൈൻ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഈസ് സക്സസ്ഫുൾ എന്ന മെസ്സേജ് വന്നു. ഒപ്പം നമുക്ക് മൊബൈലിൽ അതിൻ്റെ മെസ്സേജ് ബാങ്കിൽ നിന്നും വരുന്നതായിരിക്കും. ഈ ബില്ല് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കുക. കാരണം എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാനൊരു ബില്ല് ആവശ്യമാണ്. അതുകൊണ്ട് അത് പ്രിൻ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിഞ്ഞുകൂടാത്തവർ നമ്മുടെ കീബോർഡിൽ പ്രിൻ്റ് സ്ക്രീൻ അല്ലെങ്കിൽ PRT/SCR എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, ഏകദേശം ആരോ കീകളുടെയൊക്കെ മുകളിലായിട്ട്. അത് പ്രസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അത് ഇപ്പോൾ എൻ്റെ കയ്യിൽ പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു സെപ്പറേറ്റ് ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഡ്രാഗ് ചെയ്യാം. നിങ്ങളുടെ ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്യുക. അതിനുശേഷം പെയിൻ്റ് എടുക്കുക. പെയിൻറ്റിൽ Ctrl+V അല്ലെങ്കിൽ ഇവിടെ പേസ്റ്റ് ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് ആ ബില്ല് ഈ സെക്ഷനിലേക്ക് വരും. അതിനുശേഷം അത് സേവ് ചെയ്യുക. KCB ബിൽ 2014 ഓഗസ്റ്റ്. ഇതെപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുക. അടുത്ത ബില്ല് തന്നെ നമുക്ക് ചിലപ്പോൾ അത്യാവശ്യം വന്നാൽ എടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു അറിവായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്.